തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെയും സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെയും കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഏതെങ്കിലും നേതാക്കളെ വ്യക്തിപരമായി അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത് ശരിയായ നടപടിയല്ല. അത്തരം പ്രവണതകൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും ആര് ചെയ്താലും അത് തെറ്റാണെന്നും അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. പാർട്ടിക്ക് വോട്ട് കുറഞ്ഞോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വിധി പറയാൻ കഴിയില്ല എന്നും വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്ടെയും മറ്റ് മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അതുപോലെ ജനവിധി പാർട്ടിക്ക് അനുകൂലമാകുമെന്നുമാണ് പ്രതീക്ഷ എന്നതുമാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ സംയമനം പാലിക്കണമെന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾ പാർട്ടി അച്ചടക്കത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കരുത് എന്നുമാണ് കെ മുരളീധരൻ നൽകുന്ന സന്ദേശം. എന്തായാലും ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. സംഘനൃത്തമാണ്, എല്ലാവരും ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ട സമയത്ത് ആരും സിംഗിളായിട്ട് നൃത്തം ചെയ്യരുത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് ഞാൻ എല്ലാവരും ഒന്ന് ഉറപ്പിക്കുകയാണ്. അത്രേ അതിന്റെ ആവശ്യമുള്ളൂ. ഇതിലിപ്പം 3 പേര് ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദങ്ങൾ ഉന്നയിക്കാം, പാർട്ടിക്ക് അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ അതുവരെ കാക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ കെ സുധാകരൻ, റോജി എം ജോൺ, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ KCയെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി പോസ്റ്റ് ചെയ്യണം. അതൊരു അനുചിതമായി പോയി. അത് ഏതെങ്കിലും നേതാക്കന്മാരെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഇടുന്നത് ആര് ചെയ്താലും ശരിയല്ല. കാരണം ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരുടെ യോഗം ചേർന്ന് വേണം പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കാൻ. അതിനൊക്കെ അതിൻ്റെതായ വഴിയുടെ 4-ാം തീയതി ഒരു 4 മണിയാകുമ്പോഴേക്കും അതിന്റെ ഫുൾ റിസൾട്ട് വരുമല്ലോ. അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഡേറ്റുകളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന് ഇപ്പോഴേ നമ്മൾ കയറി ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡ് തന്നെ അക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം. അതാണ് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഈ KCയുടെ പേര് ഉയർന്നു വരുന്നത് തന്നെ ചിലർ അതൊരു അനുചിതമാണെന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കാത്ത ഒരാളാണ്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച വേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ആരുടെയും പേരില്ല. ഇലക്ഷൻ 4-ാം തീയതി ഇലക്ഷന്റെ പൂർണ്ണ റിസൾട്ട് വന്നതിന് ശേഷം വേണം ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ. പിന്നെ ഇലക്ഷന്റെ എന്ന് പറഞ്ഞാൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് 2ാമത്തെ ഘടകകക്ഷിയാണ്. അവർക്ക് മാക്സിമം അവർക്ക് 20-22 സീറ്റ് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കെല്ലാം പങ്കില്ലേ വിജയത്തിൽ. അതാണ് ടീം UDF. അതാണ് ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിട്ടുള്ള തീരുമാനം. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും.